ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ റിസൾട്ട് അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ വയനാട് വിഷൻ പുറത്തുവിടുന്നത്. അതായത് 4,10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചുവെന്ന് ഫലപ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. 2 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണാതെയാണ് ഈ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിർണായകമായ ആ വിവരം. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 19, ബൂത്ത് നമ്പർ 159, മേപ്പാടിയിലെയും മെച്ചനയിലെയും 2 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണാതെ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ബൂത്ത് നമ്പർ 19-ൽ 848 പേരും ബൂത്ത് നമ്പർ 159-ൽ 891 പേരും വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ 1739 വോട്ടുകൾ രേഖപ്പെടുത്തിയ ഈ 2 ബൂത്തുകളിലെയും വോട്ടിംഗ് മെഷീനുകളിൽ തകരാർ വന്നതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം ഇത് പരിശോധിക്കുകയും തുടർന്ന് സാങ്കേതിക പ്രശ്നം പരിഹരിക്കാതായതോടെ വിവിപാറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ വിവിപാറ്റ് എണ്ണാതെ തന്നെ ഫലം പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകൻ ആ ഉത്തരവ് നൽകുകയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അനുസരിച്ച്, മാനദണ്ഡം അനുസരിച്ച് ഭൂരിപക്ഷത്തെക്കാൾ കുറവ് വോട്ടുകളാണ് ഉള്ളത് എങ്കിൽ അത് എണ്ണാതെ തന്നെ ഫലം പ്രസിദ്ധീകരിക്കാം എന്ന ആ നിബന്ധനയുടെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് 4,10,000-ലധികം ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉള്ളതുകൊണ്ട് ഭൂരിപക്ഷത്തെയോ വിജയത്തെയോ സ്ഥാനാർത്ഥികളുടെ വോട്ടിനെയോ ഇത് ബാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് 1739 വോട്ടുകൾ എണ്ണാതെ ഇപ്പോൾ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി MP ആയി എന്ന നിലയിൽ വയനാട് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ 2 ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണാതെയാണെന്നുള്ള സുപ്രധാന വിവരമാണ് ഇപ്പോൾ വയനാട് വിഷൻ പുറത്തുവിടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.